ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേരള സ്റ്റൈലിലുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. അതിന് 3 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, വേപ്പില, തേങ്ങ, ഉള്ളികൾ 2 എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യമായ മാങ്ങയും പച്ചമുളകും, മഞ്ഞൾപ്പൊടി, വേപ്പില, മുളക് പൊടി എന്നിവ ചേർക്കുന്നുണ്ട്. മുളക് പൊടിയുടെ അളവ് നമുക്ക് ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. കറി തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കണം. അതിനാവശ്യമായ ജീരകം, തേങ്ങ, പച്ചമുളക്, ഉള്ളികൾ എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ബ്ലെൻഡറിലോട്ട് നമുക്ക് ആവശ്യാനുസരണം തേങ്ങ ചേർക്കുന്നുണ്ട്. അതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, സവോള, നല്ല ജീരകം എന്നിവ ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നമുക്ക് ഫൈനായി അടിച്ചെടുക്കണം. ഈ മാങ്ങ നമുക്ക് നാട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ടതാണ് കേട്ടോ. ഈ അരപ്പ് നമുക്ക് ഫൈനായിട്ട് വേണം അരച്ചെടുക്കേണ്ടത് കേട്ടോ. തരികളുണ്ടായി കഴിഞ്ഞാൽ ചിലർക്ക് തരിയുള്ളത് ഇഷ്ടമാണ്, പക്ഷേ തരികളില്ലാത്തതാണ് ഇച്ചിരി നല്ലത്. ഫൈനായി അടിച്ചു വരുന്ന നേരം കൊണ്ട് നമുക്ക് കറി തിളച്ചോന്ന് നോക്കാം. കറി തിളച്ചിട്ടുണ്ട് നന്നായിട്ട്. അതിലോട്ട് നമുക്ക് ഈ അരപ്പ് ചേർക്കാം. അരപ്പ് ഒഴിച്ചതിന് ശേഷം അരപ്പ് ഒഴിച്ച ആ ബ്ലെൻഡറിലിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്നുകൂടി ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കാരണം കറി ഇച്ചിരി ലൂസാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്നുകൂടി തിളയ്ക്കാൻ നമ്മൾ വയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഉപ്പും ചേർക്കുന്നുണ്ട്. നമുക്ക് അതിന് ഉപ്പ് ആവശ്യമില്ല, അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് കുറച്ചത് കേട്ടോ. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഒരു കപ്പ് തൈര് ഉപയോഗിക്കാം. ഇവിടുത്തെ തൈരിന് പുളിയില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കപ്പ് തൈരാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കറി ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് താളിക്കാൻ വേണ്ട ഐറ്റംസ് എടുക്കണം. അതിന് വേണ്ടി നമ്മൾ കറി തിളച്ച് വരുമ്പോൾ കറി ഇറക്കി വെച്ചതിന് ശേഷം ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. അതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. കടുകും എല്ലാം പൊട്ടിയതിന് ശേഷം ഇത് താളിച്ചതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒന്നുകൂടി നമ്മൾ തിളയ്ക്കാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷം സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കഴിക്കാം. അതിന് വേണ്ടി നമ്മൾ ചോറും മാമ്പഴ പുളിശ്ശേരിയും ഫിഷ് വറുത്തൊക്കെ നമ്മൾ കഴിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന്. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ ഞാൻ പോയിട്ട് കഴിച്ചിട്ട് വരാം കേട്ടോ. ഇതിൽ ഈ പച്ചമുളക് ഉപ്പിലിട്ടതും ഈ മാങ്ങ അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് കേട്ടോ. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി നല്ലതായിരുന്നു. അമ്മയ്ക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നാട്ടിൽ നിന്ന് നമുക്ക് വേണ്ടി ഈ മാങ്ങ ഇവിടെ എത്തിച്ചു തന്നതിന്. താങ്ക്സ് ഫോർ വാച്ചിങ്.